പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ പ്രേക്ഷകർക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു വ്യക്തിക്കുണ്ടായ അത്ഭുത സൗഖ്യത്തെക്കുറിച്ച് ഇപ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് നെൽസൺ, സ്ഥലം തൃശ്ശൂർ ജില്ലയിലുള്ള വരാക്കര. ഞാൻ ഷാലോം ചാനലിലൂടെ എല്ലാ ആഴ്ചകളിലും സംപ്രേഷണം ചെയ്യുന്ന അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ സ്ഥിരം പങ്കെടുക്കുന്നൊരു വ്യക്തിയാണ്. 2006 ഒക്ടോബർ 30 തിങ്കളാഴ്ച രാവിലെ 7:30 ഷാലോം ചാനലിലൂടെ സംപ്രേഷണം ചെയ്ത അഭിഷേകാഗ്നി പ്രോഗ്രാം പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈശോയുടെ വലിയ ഇടപെടലുണ്ടായി. ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന സമയത്ത് ഷുഗർ കൂടി 2 കാലിലും കരിയാത്ത വ്രണങ്ങളുമായി പീഡ അനുഭവിക്കുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. മരുന്നുകൾ നിറയെ കഴിച്ചുകൊണ്ടിരുന്നു. എനിക്കെൻ്റെ കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റാതെ പരസായം കൊണ്ട് മാത്രം എഴുന്നേറ്റ് നടന്നിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. അങ്ങനെ ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത് ആരാധനയുടെ സമയത്ത് എൻ്റെ യേശുനാഥനോട് ഈ തിരുരക്തം കൊണ്ട് എൻ്റെ രോഗത്തെ സുഖപ്പെടുത്തി തരണമേ എന്ന് പൊട്ടിക്കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് അത്ഭുതമുണ്ടായി.
അന്ന് വൈകുന്നേരമായപ്പോഴേക്കും എൻ്റെ കാലിലെ വ്രണങ്ങൾ കരിഞ്ഞു. എൻ്റെ ശരീരത്തിൻ്റെ സ്ഥിതിഗതികൾക്ക് വ്യത്യാസമുണ്ടായി. ഈ പ്രോഗ്രാമിന് മുമ്പ് ഞാൻ ചെക്കപ്പ് ചെയ്തപ്പോൾ എൻ്റെ ഷുഗർ 365 പ്രോഗ്രാം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ എൻ്റെ ഷുഗർ ഞാൻ പരിശോധിച്ചപ്പോൾ വെറും 136 അത് താന്നു. മാത്രമല്ല എൻ്റെ എല്ലാ മുറിവുകളും കരിഞ്ഞു. എൻ്റെ ഈശോ എന്നെ അനുഗ്രഹിച്ചു. കോടാനുകോടി നന്ദി എൻ്റെ ഈശോനാഥന് ഞാൻ അർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൃശ്ശൂർ വരാക്കരയിൽ നിന്നുള്ള നെൽസൺ ഷുഗർ ബാധിതനായി വരിയാത്ത വ്രണങ്ങളുമായി യേശു കർത്താവിനെ വിളിച്ചു. പ്രോഗ്രാം തീരുമ്പോൾ തന്നെ ശരീരത്തിൽ വ്യത്യാസമുണ്ടായി. വൈകുന്നേരം ആയപ്പോഴേക്കും വ്രണങ്ങൾ കരിഞ്ഞു. പിറ്റേ ദിവസം ഷുഗർ ചെക്കപ്പ് ചെയ്തപ്പോൾ 365 136 താന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെ. അവൻ ഇന്നും ജീവിക്കുന്നു. അവൻ ഇന്നും വിടുതൽ നൽകുന്നു. അവൻ ഇന്നും കെട്ടുകൾ അഴിക്കുന്നു. അവൻ ഇന്നും മോചനം നൽകുന്നു. ഈ നിമിഷം നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ശക്തി പിതാവിൻ്റെ വാഗ്ദത്തം പോൽ ഇപ്പോൾ ദൈവജനത്തിൻ്റെ മേൽ പ്രവഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മകനെ, മകളെ, നീ ഒരു രോഗിയാണോ? നീ ഒരു വേദന ഇരിക്കുന്ന വ്യക്തിയാണോ? ഇപ്പോൾ ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ലോകത്തിൽ അനേക ഭാഗങ്ങളിലിരുന്ന് അനേകായിരങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ മകനെ, മകളെ പങ്കുചേരുക. കർത്താവ് കെട്ടുകൾ അഴിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവേ, ഇപ്പോൾ അവിടെ നിന്ന് കരങ്ങൾ നീട്ടി രോഗികളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാമിൽ വചനം കേൾക്കാൻ പോലും പറ്റാത്ത വിധം ശരീരത്തിൽ രോഗവുമായി ഭാരപ്പെട്ട് കഴിയുന്ന ഓരോ മകനെയും ഓരോ മകളെയും ഇപ്പോൾ രോഗത്തിൻ്റെ കെട്ടുകൾ അഴിച്ച് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചികമായ പീഡകൾ, മനപ്പീഡകൾ, ആത്മീയ ദുഃഖങ്ങൾ, വൈരാഗ്യം, വെറുപ്പ്, വിരോധ ചിന്തകൾ, അന്ധകാരത്തിൻ്റെ പീഡകളിൽ ഇരിക്കുന്ന ഓരോ മകനിൽ നിന്നും ഓരോ മകളിൽ നിന്നും പൈശാചികമായ പീഡകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ, അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. കാലങ്ങളായി വർഷങ്ങളായി കെട്ടുകളിലിരിക്കുന്നവരെ യേശു നാമത്തിൽ കെട്ടുകൾ അഴിച്ച് വിടുവിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അനേകം വ്യക്തികൾക്ക് എത്ര ശ്രമിച്ചിട്ടും ആത്മീയ ജീവിതത്തിൽ ഉയരാൻ പറ്റുന്നില്ല. ധ്യാനം കൂടിയിട്ട് പോലും ഒരു അനുഭവം കിട്ടാതെ വിഷമിക്കുന്ന അനേകരെ അച്ഛന് പരിചയമുണ്ട്. സ്ഥിരമായി പ്രാർത്ഥിക്കുന്നു, സ്ഥിരമായി ദേവാലയങ്ങളിൽ പോകുന്നു, സ്ഥിരമായി ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നു, പക്ഷേ ആത്മീയമായി 1 ഇഞ്ച് മുന്നോട്ട് പോകുന്നില്ല. ആത്മീയമായ കെട്ടുകളെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. 2007 ജനുവരി മാസത്തിൽ സഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ നടന്ന ആദ്യത്തെ ധ്യാനം, ഏതാണ്ട് 375ഓളം വ്യക്തികൾ ആ ധ്യാനത്തിൽ പങ്കുചേർന്ന് ആർത്തുപാടി സന്തോഷിച്ച് ദൈവത്തെ ആരാധിച്ചു. അഭിഷേകത്തിൻ്റെ മേൽ അഭിഷേകം നിറഞ്ഞ് തുള്ളിച്ചാടി വലിയ പരിശുദ്ധാത്മ അഭിഷേകത്തോടെ അവർ ഭവനങ്ങളിലേക്ക് യാത്രയായി. അതിനുശേഷം ഞായറാഴ്ച അച്ഛൻ പാലക്കാട് ടൗൺ ഹാളിലുള്ള കൺവെൻഷന് വേണ്ടി ചെന്നപ്പോൾ തൊടുപുഴയിൽ നിന്ന് ഒരു വ്യക്തി അച്ഛനെ കാണാൻ വേണ്ടി വന്നു. ആ വ്യക്തി പറഞ്ഞു, അച്ഛാ, ഈ കഴിഞ്ഞ ആഴ്ച സഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ നടന്ന 5 ദിവസത്തെ ധ്യാനത്തിൽ ഞാനും ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ചയാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. ഞാൻ വീണ്ടും അച്ഛനെ കാണാൻ വേണ്ടി ഇതാ ഇവിടേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താ മകനെ, നിനക്ക് ധ്യാനമൊക്കെ നന്നായിരുന്നോ? അനുഭവമായോ? സന്തോഷമായോ? ആ വ്യക്തി പറഞ്ഞു, ധ്യാനത്തിൽ എനിക്കൊരു അനുഭവം കിട്ടിയില്ല അച്ഛാ. ധ്യാനത്തിൽ എനിക്കൊരു ഉണർവുണ്ടായില്ല. ഞാൻ ചോദിച്ചു, അവിടെ ഉണ്ടായിരുന്ന ദൈവജനം വലിയ അഭിഷേകത്തിൽ ജ്വലിച്ചപ്പോൾ, വലിയ രോഗശാന്തികളുണ്ടായപ്പോൾ എന്തുകൊണ്ട് നിനക്ക് മാത്രം ഒന്നും കിട്ടിയില്ല? അവൻ പറഞ്ഞു, എനിക്കറിയാൻ പാടില്ലായിരുന്നു. ഞാൻ അവിടെ കുർബാനയിൽ ശരിക്കും പ്രാർത്ഥിച്ചു. എൻ്റെ ഹൃദയം കല്ലുപോലെ ഇരുന്നു. ഞാൻ വചനം കേൾക്കാൻ വേണ്ടി ശരിക്കും ഉണർന്നിരുന്ന് ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ വചനം കയറുന്നില്ല. ഞാൻ ആരാധനയ്ക്ക് ഒന്ന് വിങ്ങിപ്പൊട്ടി കരയണമെന്ന് ആഗ്രഹിച്ച് ഞാൻ കർത്താവിൻ്റെ അടുത്തിരുന്നു. ഒരു തുള്ളി കണ്ണുനീര് പോലും എനിക്ക് വന്നില്ല അച്ഛാ. എനിക്ക് ശരിക്കും പ്രാർത്ഥിക്കാനോ
ദൈവത്തിൽ വിശ്വസിക്കാനൊന്നും പറ്റിയില്ല. ഒരു അനുഭവമായില്ല, ഒന്നും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല അച്ഛാ. ഞാനങ്ങനെ വേദനിച്ച് വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ വീട്ടിലിരുന്ന് എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു, ധ്യാനം എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, ധ്യാനത്തിൽ എല്ലാവർക്കും അനുഭവം കിട്ടി, എനിക്ക് മാത്രം ഒരു അനുഭവം ഉണ്ടായില്ല. ഭാര്യ പറഞ്ഞു, ചേട്ടൻ ധ്യാനത്തിന് പോയ അന്ന് തൊട്ട് 5 ദിവസം ഞാൻ മുടങ്ങാതെ ഈ ഭവനത്തിലിരുന്ന് ചേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ തവണ പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ ബൈബിൾ തുറക്കുമ്പോൾ ദൈവം എനിക്ക് തന്നൊരു വചനമുണ്ട്, നീ അന്യദൈവങ്ങളെ അനുഗമിക്കരുത്. ഈ വചനം എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നു. 3-4 ദിവസം തുടർച്ചയായിട്ട് കിട്ടിയപ്പോൾ എനിക്കൊരു അസ്വസ്ഥത തോന്നി. ഞാനങ്ങനെ അടുത്ത വീട്ടിൽ പ്രാർത്ഥിക്കുന്നൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയെ വിളിച്ച് ചേച്ചിയോട് ചോദിച്ചു. ചേച്ചി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഒരു വെളുത്ത വാഹനം കാണിക്കുന്നുണ്ട്, ബാക്കി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമെന്ന് ആ ചേച്ചി പറഞ്ഞു. ആ ചേച്ചിയും പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കുടുംബനാഥന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ദൈവം കൊടുത്ത വചനമാണത്. നീ അന്യദൈവങ്ങളെ അനുഗമിക്കരുത്. നീ മന്ത്രവാദികളുടെയും കൂടോത്രക്കാരൻ്റെയും പുറകെ പോയി അശുദ്ധനാക്കരുത്. ആ ദൂത് കേട്ട നിമിഷം തന്നെ ഈ തൊടുപുഴയിൽ വന്ന മനുഷ്യൻ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് ഒരു ഇടിവാള് പോലെ ഒരു കാര്യം മിന്നി. അദ്ദേഹത്തിന് പെട്ടെന്ന് ഓർമ്മ കിട്ടി. അദ്ദേഹം ഒരു ടാക്സി ഡ്രൈവറാണ്. അദ്ദേഹത്തിന് സ്വന്തമായി ഒരു ടാക്സി വണ്ടിയുണ്ട്. അദ്ദേഹം ടാക്സി സ്റ്റാൻഡിൽ ഓട്ടമില്ലാതെ നരകിച്ചും വിഷമിച്ചും വേദനിച്ചും കഴിഞ്ഞപ്പോൾ ആ ടാക്സി സ്റ്റാൻഡിലുണ്ടായിരുന്ന ഡ്രൈവർമാർ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ വിഷമിക്കണ്ട, ഇന്ന സ്ഥലത്തൊരു മുസ്ലിയാരുണ്ട്, അവിടെ പോയാൽ അദ്ദേഹം നിനക്ക് വേണ്ടത് ചെയ്തു തരും. അങ്ങനെ ആ കൂട്ടുകാരുടെ കൂടെ വണ്ടിയുമായി മുസ്ലിയാരുടെ അടുത്ത് ചെന്നു. മുസ്ലിയാർ പല കാര്യങ്ങൾ ഓതിയും പ്രാർത്ഥിച്ചും കെട്ടിക്കൊടുത്തു. ഇവൻ്റെ ശരീരത്തിലും വണ്ടിയിലൊക്കെ ഇടാൻ സാധനങ്ങൾ കെട്ടിക്കൊടുത്തു. അങ്ങനെ അവൻ അതുമായിട്ട് വന്നു. ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഒരു വ്യത്യാസം ഉണ്ടായില്ല. അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, അത് ഫലിച്ചില്ലെങ്കിൽ വേറൊരു ശക്തിയുള്ള മനുഷ്യനുണ്ട്, അവിടെ പോയാൽ എന്ത് നടക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ പോയാൽ തീർച്ചയായിട്ടും നടക്കും. അങ്ങനെ ഞാൻ ആ കൂട്ടുകാരുടെ കൂടെ ആ സ്ഥലത്ത് പോയി. ആ ഡ്രൈവർ പറയുകയാണ്, അവിടെ നിന്നും എനിക്ക് ഒരുപാട് സാധനങ്ങൾ ജപിച്ചും ഓതിയും മന്ത്രവാദം ചെയ്തും എനിക്ക് തന്നു. ഞാൻ വാഹനത്തിൽ അതെല്ലാം കെട്ടി, വാഹനം മൊത്തം പലതരത്തിലുള്ള പൂജകളും ക്രിയകളും ചെയ്തു. അങ്ങനെ ഞാൻ ടാക്സി സ്റ്റാൻഡിലേക്ക് തിരിച്ചു പോന്നു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ കടം പെരുകി എൻ്റെ വണ്ടി വിറ്റു. ഞാനിന്ന് നിസ്സഹായനും ദരിദ്രനുമാണ്. എല്ലാം തകർന്നു. അങ്ങനെ നിരാശ മൂത്തപ്പോഴാണ് ഞാൻ ദൈവവചനം കേൾക്കാൻ വന്നത്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന് വചനം കേട്ടിട്ട് ഒന്നും ഉള്ളിലേക്ക് കയറിയില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ 1-ാം പ്രമാണ ലംഘനം നടത്തിയ ഒരു ദൈവ പൈതലാണ് ഞാനും നിങ്ങളുമെങ്കിൽ ആ ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ കഠിനമായ ഒരു ബന്ധനമുണ്ട്. ആ ദൈവ പൈതൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ, ആ ദൈവ പൈതൽ ദൈവത്തെ ആരാധിക്കാൻ പോകുമ്പോൾ, ആ ദൈവ പൈതൽ ദൈവവചനം കേൾക്കുമ്പോൾ ആ ദൈവവചനം അദ്ദേഹത്തിന് പ്രയോജനപ്പെടാതിരിക്കാൻ തക്ക വിധം, ആ ദൈവവചനം അദ്ദേഹത്തിന് രക്ഷയായി മാറാതിരിക്കാൻ തക്ക വിധം അദ്ദേഹത്തിൻ്റെ മേൽ 1-ാം പ്രമാണ ലംഘനം വഴിയുള്ള തിന്മയുടെ കെട്ട് അദ്ദേഹത്തെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ മനുഷ്യൻ പറയുകയാണ്, ഞാൻ എത്രയോ ഒന്ന് വിങ്ങിപ്പൊട്ടി കരയാൻ വേണ്ടി എത്രയോ ഞാൻ ആഗ്രഹിച്ച് എൻ്റെ ഈശോയുടെ അടുത്തുനിന്ന് കരയാൻ എനിക്ക് പറ്റിയില്ല. ഒരു നന്നായിട്ട് ബലിയർപ്പിക്കാൻ എത്രയോ ഞാൻ ആഗ്രഹിച്ച് എനിക്ക് ബലിയർപ്പിക്കാൻ പറ്റിയില്ല. എനിക്ക് നന്നായിട്ടൊന്ന് ധ്യാനം കൂടണം, ഈ വചനമൊക്കെ എനിക്ക് അനുഗ്രഹമാണ്, ഞാൻ വചനമെല്ലാം ശ്രദ്ധിച്ച് കേട്ടു, എന്നാൽ ഉള്ളിലേക്ക് ഇറങ്ങി അത് ഫലം പുറപ്പെടുവിച്ചില്ല. ഈ ഒരു കെട്ട്. ഞാൻ ചോദിച്ചു, ഒന്ന് കുമ്പസാരത്തിൽ ഇതെല്ലാം ഒന്ന് തുറന്ന് പറയാൻ പാടില്ലായിരുന്നോ? ധ്യാനത്തിൽ ക്ലാസ്സുകളൊക്കെ കേട്ടതല്ലേ? അച്ഛാ, ധ്യാനത്തിൽ ക്ലാസ്സുകൾ കേട്ടെങ്കിലും കുമ്പസാരത്തിനോട് നന്നായി ഒരുക്കിയെങ്കിലും എനിക്ക് ആ സമയത്ത് എന്തോ ഒരു മൂടൽ പോലെയായിരുന്നു. എനിക്ക് നല്ല ഒരു തുറവി കിട്ടിയില്ല. കുമ്പസാരത്തിൽ ഞാൻ ഇതൊന്നും പറഞ്ഞില്ല അച്ഛാ. പ്രൈസ് ദി ലോർഡ്. നോക്കുക, 1-ാം പ്രമാണ ലംഘനം നടത്തിയിട്ടുള്ള ഒരു ദൈവ പൈതലാണെങ്കിൽ ഒരു തുറന്ന അനുതാപപൂർണമായ ഒരു കുമ്പസാരം പോലും അസാധ്യമാകുമാറ് തിന്മയുടെ ബന്ധനം അദ്ദേഹത്തെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, 1-ാം പ്രമാണ ലംഘനം ഗുരുതരമായ ആത്മീയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന പാപമാണ്. നിയമാവർത്തന ഗ്രന്ഥത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വാക്യം,
നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ നീ അനുകരിക്കരുത്. ആ ദേശത്ത് ഒരുപാട് തരത്തിലുള്ള ആളുകൾ ഒരുപാട് തരത്തിലുള്ള മാർഗങ്ങളിലൂടെ നടക്കുന്നുണ്ടാകും. സാമ്പത്തിക ക്ലേശം വരുമ്പോൾ അവർ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ടാകും. ഒരു രോഗം വരുമ്പോൾ അവർ സമീപിക്കുന്ന ഒത്തിരി വ്യക്തികൾ ആ ദേശത്തുണ്ടായിരിക്കാം. എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് അതിന് അനുവദിച്ചിട്ടില്ല. നീ ദൈവമായ കർത്താവിൽ നിന്ന് അനുഗ്രഹവും വിടുതലും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളും അങ്ങനെയുള്ള യാത്രകളും അങ്ങനെയുള്ള വഴികളും നീ വെട്ടിമുറിച്ച് ഒഴിവാക്കണം. നീ അതിൽ തുടരരുത്. അത് ആത്മീയ വളർച്ചയ്ക്കും അത് നിൻ്റെ ഉള്ളിലുള്ള ആത്മീയ ജീവിതത്തിനും കഠിനമായ തടസ്സമാണത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ലേവ്യരുടെ പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ വാക്യം, നീ മന്ത്രവാദികളെയും കൂടോത്രക്കാരെയും ശകുനക്കാരെയും സമീപിച്ച് അശുദ്ധനാകരുത്. നീ മന്ത്രവാദികളെയും ശകുനക്കാരെയും സമീപിച്ച് നീ അശുദ്ധനാകരുത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നിയമാവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൽ 14-ാമത്തെ തിരുലിഖിതം, നീ കീഴടക്കാൻ പോകുന്ന ജനതകൾ ജ്യോത്സ്യരെയും പ്രാശനികരെയും ശ്രവിച്ചിരുന്നു, എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അതിന് അനുവദിച്ചിട്ടില്ല. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, കഴിഞ്ഞ കാലങ്ങളിൽ അന്യദൈവങ്ങളെയും മന്ത്രവാദികളെയും കൂടോത്രക്കാരെയും ഒക്കെ സമീപിച്ച് 1-ാം പ്രമാണ ലംഘനം വഴി എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള കെട്ടുകളെ അവിടെ നിന്ന് അഴിക്കണം. വചനം കേൾക്കുമ്പോൾ എനിക്ക് അനുഭവം വേണം. പ്രാർത്ഥിക്കും, സന്ധ്യാപ്രാർത്ഥന നടത്തുമ്പോൾ എനിക്ക് അനുഭവം വേണം. എൻ്റെ കർത്താവിൻ്റെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പോൾ, ആരാധനകളിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് അനുഭവം വേണം. ബലിയർപ്പണത്തിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് അനുഭവം വേണം. അതിന് തടസ്സമായി 1-ാം പ്രമാണ ലംഘനത്തിൻ്റെ ഏതെങ്കിലും സ്വാധീനങ്ങൾ എന്നിലും എൻ്റെ കുടുംബത്തിലുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ സമയം അഴിഞ്ഞു വീഴാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷം കുടുംബത്തിൽ നിന്ന് 1-ാം പ്രമാണ ലംഘനത്തിൻ്റെ കെട്ടുകൾ അഴിച്ച് വിടുവിക്കുന്ന സമയമാണ്. ഇപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങളുടെ കുടുംബത്തിലോ 1-ാം പ്രമാണ ലംഘനം വഴി എന്തെങ്കിലും കെട്ടുകളുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവേ, പിതാവേ, അങ്ങയുടെ നാമത്തിൽ പുത്രൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ ഈ നിമിഷം ഈ ശുശ്രൂഷയിൽ പങ്കുകൊണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്കും അത്യത്ഭുത ശക്തി അയക്കുന്നു. അത്യുന്നത ദൈവശക്തി ഇടിമിന്നൽ പോലെ ഇപ്പോൾ ഓരോ കുടുംബങ്ങളിലേക്കും വ്യാപിച്ചിറങ്ങട്ടെ, ഓരോ വ്യക്തികളിലേക്കും വ്യാപിച്ചിറങ്ങട്ടെ. അവരിൽ കുടികൊള്ളുന്ന ആത്മീയ ബന്ധനങ്ങൾ, പ്രത്യേകിച്ച് 1-ാം പ്രമാണ ലംഘനം വഴി വന്നിട്ടുള്ള കെട്ടുകളും ബന്ധനങ്ങളും ചങ്ങലകളും കോട്ടകളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തകർത്ത് നിർവീര്യമാക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അത്ഭുത രക്തത്താൽ എല്ലാ എതിർ കോട്ടകളെയും എതിർ സ്വാധീനങ്ങളെയും എതിർ ശക്തികളെയും ബന്ധിച്ച് നിർവീര്യമാക്കുന്നു. സൗഖ്യമുണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. ലോകരക്ഷിതാവായ ഈശോ ഈ നിമിഷം അത്ഭുതങ്ങൾ വാരി വിതറിയത് നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അവിടുന്ന് തൻ്റെ ജനത്തെ കെട്ടുകൾ അഴിച്ച് വിടുവിക്കുന്ന കർത്താവാണ്. 1-ാം പ്രമാണ ലംഘനത്തിൻ്റെ കെട്ടുകൾ തകർത്ത് തൻ്റെ ജനത്തെ അത്ഭുത മഹത്വത്തിലേക്ക് നയിക്കാൻ തക്കവിധം അവിടുന്ന് വ്യാപരിക്കും. മകനെ, മകളെ, കുടുംബത്തിൽ എന്തെങ്കിലും കാലത്ത് പൂർവികരായിട്ടോ കുടുംബാംഗങ്ങൾ വഴി ആരെങ്കിലും വഴി പിശാചിന് നിങ്ങളുടെ കുടുംബത്തെ അടിമപ്പെടുത്തിയിട്ടുണ്ടോ? അന്ധകാര ശക്തികൾ നിങ്ങളുടെ കുടുംബത്തെ പണയം വെച്ചിട്ടുണ്ടോ? ഏതെങ്കിലും കാലത്ത് പിശാചുമായി ഏതെങ്കിലും തരത്തിലുള്ള വ്യവസ്ഥകളോ കരാറുകളോ ഉണ്ടാക്കിയിട്ടുണ്ടോ? എങ്കിൽ ഈ നിമിഷം തന്നെ അവ തള്ളിക്കറഞ്ഞ് അവ റദ്ദു ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, അങ്ങയുടെ ജീവിതത്തിൻ്റെ ഏകദൈവമായി കർത്താവായി ഞാൻ ഏറ്റുപറയുന്നു. പാപവും പാപമാർഗങ്ങളും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. ഞാനോ എൻ്റെ കുടുംബാംഗങ്ങളോ അജ്ഞതര കാലങ്ങളിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ പിശാചുമായോ അവൻ്റെ കൂട്ടാളികളുമായോ ഏതെങ്കിലും തരത്തിലുള്ള വ്യവസ്ഥകളോ കരാറുകളോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവ റദ്ദു ചെയ്യുന്നു.
ഒന്നാം പ്രമാണ ലംഘനത്തിൻ്റെ കെട്ടുകൾ ഈ നിമിഷം എന്നിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്നും എൻ്റെ വംശത്തിൽ നിന്നും പൊട്ടിത്തകർന്നു പോകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അഗ്നി സദൃശമായ നാമം ഈ നിമിഷം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും വ്യാപരിച്ചു കൊണ്ടിരിക്കട്ടെ. ഞങ്ങളുടെ മേൽ വിപരീത സ്വാധീനം ഉണ്ടാക്കുന്ന എല്ലാ എതിർ ശക്തികളും ഇപ്പോൾ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും ഇപ്പോൾ കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കുക. യേശുവേ, 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 യേശുവേ. ഇപ്പോൾ അഗ്നി പോലെ അങ്ങയുടെ നാമത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. വലിയ അത്ഭുതങ്ങൾ കുടുംബങ്ങളിലും വ്യക്തികളിലും സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചിക പീഡകൾ ഇപ്പോൾ കുടുംബങ്ങളിൽ നിന്ന് തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ. എൻ്റെ പേര് ജോസ് മാപ്രാണത്തുകാരൻ. ഞാൻ ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം ആദ്യ ഞായറാഴ്ച തന്നെ ഞാനും ഭാര്യയും കൂടി വണ്ടിയുമ്പോൾ പള്ളിയിൽ പോകുമ്പോൾ മഴ കൊണ്ടു. അന്ന് മുതൽ പനി തുടങ്ങിയതാണ്. ഒരാഴ്ച പനിക്കും, അത് കഴിഞ്ഞാൽ വീട്ടിൽ വരും, ആശുപത്രിയിൽ നിന്ന് വരും. പിറ്റേ ആഴ്ച പനിക്കും, 2 ദിവസം കഴിഞ്ഞാൽ വീട്ടിൽ വരും. കഴിഞ്ഞ് 4 പ്രാവശ്യം ഇതുപോലെ ആശുപത്രിയിൽ കിടന്നു. 4ാമത്തെ പ്രാവശ്യമാണ് തിരിച്ചറിയണേ കിഡ്നിയിൽ കല്ലിൻ്റെ വേദനയാണെന്ന്. ഒരു വ്യാഴാഴ്ച രാത്രി പെട്ടെന്ന് വണ്ടി വിളിച്ച് വീണ്ടും ആശുപത്രി കൊണ്ടുപോയി സ്കാൻ ചെയ്തു. എനിക്ക് പിടിച്ചാൽ കിട്ടാത്ത നടുവേദനയായിരുന്നു. എന്തുമാത്രം പ്രയാസം എന്ന് പറഞ്ഞാലാവില്ല. ഞാൻ ആശാരിപ്പണി എടുക്കും, എല്ലാ പണികളും എടുക്കും. പക്ഷേ എനിക്ക് 1 മിനിറ്റ് വരെ ഇരുന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ ആശുപത്രിയിൽ ഇങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് രോഗമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രാർത്ഥന ഗ്രൂപ്പിലുള്ള എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ആദ്യത്തെ കിഡ്നിയിലെ കല്ലിന് ഓപ്പറേഷൻ ചെയ്ത് അത് എടുത്തു കളഞ്ഞു. പിന്നെ 2ാമത് അതിൻ്റെ ഇൻഫെക്ഷനായിട്ട് പനി വന്നു. അത് കഴിഞ്ഞിട്ട് 2ാമത് ചെന്ന വഴിക്ക് പിന്നെ ഡോക്ടർ മരുന്ന് എഴുതി തന്നു. എനിക്ക് വളരെ ആശ്വാസം കിട്ടി. 2ാമത് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് പിന്നെ ചെയ്തില്ല. ഇവിടെ ധ്യാനം കൂടെ വന്ന് തീരുമാനം എടുത്ത ആ അവസരം തൊട്ട് പിന്നെ എനിക്ക് പനി ഉണ്ടായിട്ടില്ല. തീർത്ത് പനി വിട്ടുമാറി. മരുന്ന് ഫലിക്കും ചെയ്തു. അതുവരെ ഡോക്ടർക്ക് 2ാമത് പനിക്കുള്ള മരുന്ന് എഴുതി ഒന്നും ഫലിക്കാറില്ല. പിന്നെയും പനിക്കും, മരുന്ന് കഴിയുമ്പോൾ പിന്നെയും പനിക്കും. ഇവിടെ വന്ന് ധ്യാനം കൂടി അന്ന് മുതൽ ഇപ്പോൾ ആ അവസരത്തിലൊക്കെ ഞാൻ വീട്ടിൽ മിക്കവാറും പണിയെടുത്ത് 1 മണിക്കൂറൊക്കെ പോയി കിടക്കും, മലർന്ന് കിടക്കുന്ന ആശ്വാസം കിട്ടിയപ്പോൾ എനിക്ക് പോകും. അതിനുശേഷം പെട്ടെന്ന് ഇവിടെ വന്ന് തീരുമാനമെടുത്ത ധ്യാനം കൂടി അന്ന് തൊട്ട് ചില എനിക്ക് യാതൊരു തണ്ടൽ ഉണ്ടായിട്ടില്ല. സുഖമായിട്ട് കിടന്നുറങ്ങാനും പറ്റുന്നുണ്ട്. ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഇവിടെ ആ നേരത്തിനുള്ള വെള്ളം കുടിക്കാറുള്ളൂ. നേരത്തിന് വെള്ളം കുടിക്കുന്നു, അല്ലെങ്കിൽ എപ്പോഴും വെള്ളം കുടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ ഒരു ജാതി നീറ്റവും കുഴപ്പമുണ്ടാവാറുണ്ട്. യാതൊരു കംപ്ലൈൻറ്റും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ സ്തുതിക്കുന്നു. അത്ഭുതകരമായി ഈ മകന്റെ വേദനയിൽ കർത്താവ് ഇടപെട്ട് സൗഖ്യപ്പെടുത്തി. കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. പോരാ, കുറച്ചുകൂടെ നന്നായി സന്തോഷത്തോടെ കരങ്ങളടിച്ച് കർത്താവിനെ ആരാധിക്കാം. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. നിലമ്പൂരാണ് വീട്. 20 കൊല്ലമായി ഞാൻ ചാരായം കുടിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും അതൊരു വേദനയായിക്കൊണ്ടേയിരുന്നു. ഞാനത് ഇപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥനയിൽ കൂടി എനിക്കത് സൗഖ്യമായി. കാരണം 2 കൊല്ലമായി ഞാൻ ആ സാധനം തൊട്ടിട്ട്. പിന്നെ പോരാത്ത ഇൻ്റെ ഇവിടെ 2 വർഷം മുമ്പ് വലിപ്പമുള്ളൊരു മുഴ ഉണ്ടായിരുന്നു. ഇവിടെ വലിപ്പമുള്ള മുഴ ഉണ്ടായിരുന്നു. അത് ഇവിടെ വന്ന് ജ്ഞാനം കൂടി പോയതിന് ശേഷം ഇപ്പം അത് കാണുന്നില്ല. കാരണം ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ആയതുകൊണ്ട് ഡോക്ടർമാർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ ഭയങ്കര പേടി. അപ്പോൾ അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യില്ല. കുറച്ച് മരുന്നും ഒരു 2-3 ഇഞ്ചക്ഷനും ചെയ്ത് അതും അങ്ങനെ അത് പോയി. പിന്നെ അത് ഇവിടെ ഇങ്ങനെ വന്നിങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം അത് കാണാനില്ല. വേലുചേട്ടൻ 2 വർഷം മുമ്പ് ഇവിടെ ധ്യാനം കൂടിയിരുന്നോ? 2 വർഷം മുമ്പ് ഇവിടെ ധ്യാനം കൂടിയിരുന്നു. 6 തവണ ഞാൻ ഇവിടെ വന്നു. 6 തവണ ഇന്നത്തും കൂടെ 6 തവണയായി. 6ാമത്തെ തവണയാണ് ഇവിടെ ധ്യാനം കൂടുന്നത്. അപ്പോ എന്നാണ് ഈ മുഴ വിട്ടുപോയത്? ഒരു കൊല്ലമായി. ഒരു കൊല്ലം. കഴിഞ്ഞ ഇതിന് തൊട്ട് മുമ്പുള്ള ധ്യാനത്തിൽ കൂടി തിരിച്ചു പോയതിനു ശേഷം ഈ വേലുചേട്ടൻ്റെ മുഴ 2005 ഞാൻ വരുമ്പോ ഈ മുഴ ഇവിടെ ഉണ്ട്. പിന്നെ ഇപ്പൊ വന്നപ്പോഴേക്കും അത് കാണാനില്ല. നന്നായിട്ടൊന്ന് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.
ഹല്ലേലൂയ.